60-ാമത്തെ വയസ്സായിക്കോട്ടെ 70-ാമത്തെ വയസ്സായിക്കോട്ടെ എപ്പോഴാണോ ഒരാൾ വിജയിക്കുന്നത്, വിജയിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളൊരു പരാജയമല്ല. ശരിക്കും റിയലിസ്റ്റിക്കലി എത്ര ബിസിനസ് വരെ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെ ഉണ്ട് ഒരു സ്റ്റേജ്? ഒരിക്കലും അങ്ങനെയില്ല. ഇപ്പോൾ ജെഫ് ബെസോസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 12 വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജെഫ് ബെസോസ് അദ്ദേഹത്തിൻ്റെ ആമസോൺ എന്ന് പറയുന്ന ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ തുടങ്ങിയത്. അതുവരെ അദ്ദേഹം വളരെയധികം സ്ട്രഗിളുകൾ ഫേസ് ചെയ്തു. ആ 12 വർഷം വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ആ 12 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധി എഴുതിയിരുന്നെങ്കിൽ ഇന്ന് ജെഫ് ബെസോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ബില്യനേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും 60-ാമത്തെ വയസ്സായിക്കോട്ടെ 70-ാമത്തെ വയസ്സായിക്കോട്ടെ എപ്പോഴാണോ ഒരാൾ വിജയിക്കുന്നത്, വിജയിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊരു പരാജയമല്ല. ഏത് നിമിഷവും കയറി ക്ലിക്കാവാം. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും